എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡോ ആൻ്റണിയാണ്. ഇന്ന് ഞാൻ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള വളരെ ഫ്രണ്ടേജ് ഉള്ള അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വീടാണ്. ഏകദേശം ഒരു 2700 സ്ക്വയർ ഫീറ്റ് വരുന്ന വളരെ ഭംഗിയുള്ള ഒരു വീടാണ് പരിചയപ്പെടുത്തുന്നത്. ഈ വീട് നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുട കല്ലേറ്റിങ്കര എന്ന് പറയും. കല്ലേറ്റിങ്കര നമുക്ക് എല്ലാവർക്കും അറിയാം. ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ നിലനിൽക്കുന്നത് കല്ലേറ്റിങ്കര എന്ന് പറയുന്ന പ്രദേശത്താണ്. വലിയ പള്ളിയുണ്ട്, അമ്പലങ്ങളുണ്ട്, ഒരുപാട് ആഘോഷങ്ങളൊക്കെയുള്ള ആളൂർ പഞ്ചായത്തിൽ പെടുന്ന ഒരു സ്ഥലമാണ്. ഇനി ഈ വീടിൻ്റെ ഉടമസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളുവത്ത് ആൻ്റേട്ടനാണ്. ആൻ്റേട്ടൻ്റെ വൈഫ് ലീന ചേച്ചി, അവരുടെ മകനുണ്ട്. അതുപോലെ മകൻ്റെ ഭാര്യ, 3 മക്കള്, 2 ആൺപിള്ളേരും ഒരു മിടുക്കിയായ പെൺകുട്ടിയുണ്ട്. ഗ്രേസ് മേരി എന്നാണ്. ആൺകുട്ടികളുടെ പേര് ഗോഡ്വിൻ എഡ്വിൻ എന്നാണ്. ഇനി ആര്യചേട്ടൻ്റെ മകൻ്റെ പേരാണെന്നുണ്ടെങ്കിൽ ജിയോ എന്നാണ്. അതുപോലെ വൈഫിൻ്റെ പേര് ലിൻസി. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഒരു വീട്. ഈ വീടിൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഈ വീടിൻ്റെ സ്ട്രക്ചറിൽ അവരൊരു ഐഡിയ കൊടുത്തു. പ്ലാൻ അവരുടെ സ്വന്തം ഐഡിയ ആണ്. സ്ട്രക്ചറിൽ ഒരു കൂട്ടർ ലേബർ വർക്കിൽ തീർത്തു. അതുപോലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ തന്നെ കുറേ ഇൻറ്റീരിയർ കണ്ടെത്തി. അതിനൊരു സുഹൃത്തിൻ്റെ സഹായമൊക്കെ എടുത്തു. അപ്പോൾ ആ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. ഇപ്പോഴൊക്കെ വീടുകളുടെ ഒരു പ്രത്യേകത കൊളോണിയലും കണ്ടംപററിയും ഒക്കെ മിക്സ് ആയിട്ടാണ്. അപ്പോൾ ഇതിൽ കൊളോണിയൽ സ്റ്റൈലിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ട്രസ് വർക്കിലൂടെയാണ് കൊളോണിയലാക്കി നമ്മൾ അതിനെ മാറ്റിയിരിക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ കണ്ടംപററി സ്റ്റൈലിൽ കുറേ വൃത്തിയായിട്ട് തന്നെ കാര്യങ്ങൾ, സൺഷെയ്ഡൊക്കെ കുറേ കൂടെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന, വെള്ളം താഴേക്ക് ഒഴുകി ഇറങ്ങാത്ത, നമ്മുടെ കാലാവസ്ഥയ്ക്ക് മാക്സിമം ഉതകുന്ന രീതിയിലുള്ള സ്റ്റൈലിൽ തന്നെയാണ് അത് പണിതിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പെയിൻറ്റ് ഞാൻ ഇത് പറയാൻ കാരണം ബേസിക്കലി ഒരു ഐവറി ബ്രൗൺ കോൺസെപ്റ്റിലാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഒരു ഐവറി, ടസ്ക് ഐവറിയാണ്. അല്പം കൂടെ നമ്മുടെ നോർമൽ ഐവറിയിലും വിട്ട് അല്പം കൂടി കളേർഡ് ആയിട്ടുള്ള ഐവറി പെയിൻ്റാണ് അതിനോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അത് കൊണ്ടുവരുന്ന അതിൻ്റെ ഫ്ലോറിനും വാളിലേക്കും ഒക്കെ പോവാം. ഇനി നമ്മൾ സ്റ്റെപ്സിൽ വരികയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് കളർ ബോഡിയാണ്. കളർ ബോഡിയിൽ ലെപ്പോത്ര സീരീസിലുള്ള ഒരു സ്ലാബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം 240/80 സ്ലാബ് യൂണിറ്റിൽ, ഞാൻ എപ്പോഴും പറയാറ്, യൂണിറ്റിലെ ഏറ്റവും അഡ്വാൻസ്ഡ് പ്രൊഡക്റ്റുകൾ ഏറ്റവും ആദ്യം വരുന്ന കടകളിൽ ഒന്നാണ് യൂണിറ്റി. അപ്പോൾ അതിൽ തന്നെ ബ്രൗൺ, കാരണം ഈ ബ്രൗൺ കളർ തന്നെ വളരെ കുറച്ച് കടകളിലാണ് ഇപ്പോഴും സ്റ്റോക്ക് വയ്ക്കുള്ളൂ. ഇല്ല എന്നല്ല, പലപ്പോഴും അത് സ്റ്റോക്ക് ചെയ്യാൻ പലർക്കും പരിമിതി ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ വരാറുള്ളൂ. ഇനി നമ്മളത് സ്റ്റെപ്പിൽ കൃത്യമായിട്ടും കോൺട്രാസ്റ്റ് ചെയ്യാണ്. 4 അടി നീളമുള്ളതിനെയാണ് കട്ട് ചെയ്ത് വളരെ ഭംഗിയായിട്ട് തന്നെ അത് ഇതുമേ പേസ്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിസൈനിങ് വർക്കിൽ ഈ സെയിം ടൈൽ തന്നെയാണ് 120/20, അതായത് 20 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുള്ള 4 അടി, ഏകദേശം 4 അടിക്ക് അല്പം കുറവ് വരുള്ള 4 അടി ലെങ്ത്തിലുള്ള പ്ലാങ്കുകളാണ്. കളറ് ഈ വീട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇവരുടെ ഒരു തീം പറഞ്ഞപ്പോൾ കളറ് അത് നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം, അതിൻ്റെ ഒരു ഏകദേശം ധാരണകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നമ്മൾ വളരെ ഫ്രീഡം അവർ നമുക്ക് തന്നിരുന്നു. എൻറ്റയർ ഫ്ലോറ് ഒരേ ഒരു യൂണിഫോം കളറ്, ഒറ്റ കളറാണ്, അത് യൂണിക് കളറാണ്. നമുക്ക് വരുന്ന ഐറിഷ് ഐവറി ബ്രൗൺ എന്ന് പറയുന്ന നമ്മുടെ ഇറ്റാലിയൻ മാർബിളിൻ്റെ വളരെ രസകരമായ ഒരു ഡിസൈനാണ്. സെയിം കോപ്പിയാണ് അത് വരുന്നത്. 6:4 ടൈലാണ്. കൃത്യമായിട്ട് നമുക്ക് ഇവിടെയൊക്കെ കാണുമ്പോൾ കാണാൻ പറ്റും. ക്ലോസറായി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐറിഷ് ഇറ്റാലിയൻ മാർബിളിൻ്റെ സ്റ്റോൺ പാർട്ടിക്കിൾസ് നമുക്ക് വളരെ നിഴലിച്ച് സോഫ്റ്റായിട്ട് നിഴലിച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രാക്സ്, നമുക്ക് അതിൻ്റെ സോഫ്റ്റ് കല്ലുകളാണ് ഇറ്റാലിയൻ മാർബിൾ എന്ന് പറയുമ്പോൾ അറിയാലോ, വളരെ സോഫ്റ്റ് കളറാണ്, എക്സ്പെൻസീവ് ആണ്, മെയിൻറ്റെയിനിങ് കോസ്റ്റ് വളരെ ഹൈ ആണ്. ഏകദേശം ഒരു 5 വർഷം കഴിയുമ്പോഴേക്കൊക്കെ ഒരു ഈർപ്പമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ കംപ്ലയിൻറ്റ്സ് വരാണ്ട്. അത് അതിൻ്റെ സ്വഭാവമാണ്. പൊട്ട എന്നല്ല, മോശം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ കാലാവസ്ഥകൾ അത് നമുക്ക് സെറ്റാവാതെ വരും. അത്രയും വലിയൊരു കോസ്റ്റിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മളത് വയബിൾ അല്ലാതെ വരുന്നു. പിന്നീട് നമുക്ക് അതിൻ്റെ മെയിൻ്റെനൻസ് വളരെ ബുദ്ധിമുട്ടാകും. ഒരു പക്ഷേ നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ കാർപ്പറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ അതിന് പകരം നമുക്കിപ്പോൾ അതിനൊക്കെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഹൈ ഗ്ലോസ് ആയിട്ടുള്ള ടൈലുകൾ നമുക്ക് കിട്ടി. അതിൽ 6x4 ഐറിഷ് ഐവറി ബ്രൗണിൻ്റെ ഭംഗിയാണ് കാണുന്നത്. അതിൽ നമ്മൾ സ്പേസർ ഇട്ട് 3mm സ്പേസറിലാണ് ഇതെല്ലാം വിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒറ്റ യൂണിഫോം ടൈലാണ് വിരിച്ചത്. അപ്പോൾ ടൈലിനെ കുറിച്ച് ഇനി കൂടുതലായിട്ട് ഞാൻ പറയേണ്ടതില്ല. പിന്നെ നമ്മൾ കാണുന്നതിൻ്റെ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞു. അതിന് തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, വാൾപേപ്പറാണ്, അത്ര ഭംഗിയായിട്ട് കളർ മാച്ചഡാണ്. അതിന് കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഇൻറ്റീരിയർ സൈഡുകൾ നമുക്ക് കാണാം. ഇതിപ്പോൾ നമ്മൾ വരുന്നത് ഡ്രോയിങ് ഏരിയ ആണ്. ഫ്ലോറിന് കോൺട്രാസ്റ്റ് ചെയ്യുന്ന വളരെ മനോഹരമായൊരു സെറ്റ് ചെയ്തിരിക്കുന്നു. കളറ് നമ്മുടെ കർട്ടൻസിൻ്റെ കളറെല്ലാം വരുന്നത് രണ്ടും മാച്ച്ഡും ആണ്, അതേ സമയം കോൺട്രാസ്റ്റഡ് ആയിട്ടുള്ളത്. അതാകുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വരുന്നത് എപ്പോഴും നമുക്ക് അതിൻ്റെ മാച്ച്ഡ് ആണ്. ബാക്കി അതിൻ്റെ ഭാഗം വരുന്നത് നമുക്ക് അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കർട്ടണുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്.
ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വളരെ മനോഹരമാണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഫുള്ള് ഇവിടെ നമ്മൾ നേരെ കിടക്കാൻ പോകുന്നത് ഫാമിലി ലിവിങ്ങിലേക്കും ഡൈനിങ്ങിലേക്കുമാണ് നമ്മൾ ഇനി കിടക്കുന്നത്. അതുപോലെ കിച്ചൺ ഏരിയ അപ്പുറത്ത് ഓപ്പൺ ആണ്, അതുപോലെ സ്റ്റെയർ ഏരിയ അതൊക്കെ വളരെ ഭംഗിയായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് അത് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞു ഫാമിലി ലിവിങ് വരുന്നുണ്ട്, പ്രയർ ഏരിയ വരുന്നുണ്ട്, ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വലിയൊരു എൽ ഷേപ്പിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എൻട്രി ഡ്രോയിങ്ങിൽ നമ്മൾ വന്നു. ഫാമിലി ലിവിങ്ങിലേക്ക് നമുക്കൊരു സെപ്പറേഷൻ വളരെ സിമ്പിളാണ്. പിന്നെ കളർ എന്ന് പറഞ്ഞ ഒരു ടീക്കിലേക്കുള്ള ഒരു കളർ, ഇതിൻ്റെ ബേസ് സ്റ്റോണിന് വെച്ച് നോക്കുമ്പോൾ ഇതിലേറ്റവും പ്രോപ്പർ മാച്ചിങ് എന്ന് പറയുന്നത് ടീക്ക് ആണ്. നമുക്ക് ഇപ്പോൾ തേക്കിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇതിലേക്ക് ഏറ്റവും ഭംഗി. അത് ഓവറോൾ തീമിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ അത് വന്ന നമ്മുടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ ആണ്. അവിടെ നമ്മുടെ ടി വി യൂണിറ്റ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരുന്നു. എന്നാൽ വളരെ സിമ്പിളാണ്. ആ ടീക്കിൻ്റെ ഡിസൈനിൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ടീക്കിൻ്റെ ഡിസൈനാണ് ചെയ്തത്. അതിന് കബോർഡ് ചെയ്തു. പിന്നെ വാൾപേപ്പറിൽ നമ്മൾ അല്പം കൂടി വളരെ നല്ല രീതിയിലുള്ള ഒരു ഗ്രേ ടെക്സ്ചറുള്ള ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ലൂവേഴ്സ് കൊണ്ടുവന്നു. വളരെ ഭംഗിയാണ്. എന്നാൽ ഒരുപാട് വലിയ വർക്കുകളൊന്നും ഇല്ലാതെ തന്നെ ഇത്ര ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമെന്നാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിന് കോൺട്രാസ്റ്റ് ചെയ്യുന്ന എന്നാൽ മാച്ച്ഡാണ്. കാരണം ഇന്റീരിയർ തീം നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടീക്കിന് മാച്ചാണ്, ടൈലിന് കോൺട്രാസ്റ്റും മാച്ചാണ് സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഭംഗിയായിട്ട് തന്നെ ഫാമിലി ലിവിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പ്രയർ ഏരിയ ത്രൂ ഔട്ട് ടൈൽ ഒന്നാണ്. ടൈലിനെ കുറിച്ച് ഞാൻ പറയണില്ല. എപ്പോഴും നമ്മൾ എൻ്റെ ടൈലിനേലുപരി വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്തരം ഐഡിയാസ് മാക്സിമം എങ്ങനെ അവരവരുടെ പണിയാൻ പോകുന്ന വീടുകൾ അല്ലെങ്കിൽ ആഗ്രഹമുള്ള വീടുകളിലൊക്കെ വ്യത്യസ്ത ചെലവുകളിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും കൂടെ കാണിക്കാനാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രയർ ഏരിയ ആണ്, എൽ ഷേപ്പിലാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങിൻ്റെ ഇത് നിൽക്കുന്നത്. എപ്പോഴും ഈ ഒരു ഭാഗങ്ങളിലെ ഡിസൈനിങ് ആണ് ഒരു വീടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് വരിക. ഇനി നമുക്ക് ഇവിടുന്ന് വരുന്നത് കിച്ചണിലേക്കുള്ള എൻട്രിയും ബെഡ്റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെയർ സൈഡാണ്. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് ഒരു തരത്തിലുള്ള കൺജസ്റ്റനസ് ഫീൽ ചെയ്യാത്ത വിധത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് മതി. ഇനി പ്രയർ ഏരിയ വളരെ ബ്യൂട്ടിഫുൾ ആണ്. എപ്പോഴും ഏത് വീട്ടിൽ ചെന്നാലും ഏറ്റവും പ്രത്യേകതയായി കാണിക്കുന്ന ഭാഗം പ്രയർ ഏരിയ ആണ്. അത് ഈ വ്യക്തി വ്യത്യാസമൊന്നുമില്ല, അല്ലെങ്കിൽ ജാതി വ്യത്യാസമൊന്നുമില്ല. എല്ലാവിടെയും കാണുന്നത് അവരുടെ പ്രയർ ഏരിയയ്ക്ക് കാണിക്കുന്ന ഇമ്പോർട്ടൻസ് അത്ര ഭംഗിയാണ്. അപ്പോൾ ഇവിടെ പ്രയർ ഏരിയ ചെയ്തിരിക്കുന്നത് വളരെ രസകരമാണ്. എന്നാൽ വലിയ കോസ്റ്റ് ചെയ്യാതെ തന്നെ ഒരുപാട് ആർഭാടങ്ങളില്ലാതെ ഇത്ര ഭംഗിയായിട്ട് ചെയ്തിരിക്കുക. കാരണം ഒരു മിനിമം ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ഗാലക്സി സീരീസുള്ള ലൂവേഴ്സ് ചെയ്ത് അതിന് ടീക്കിൻ്റെ വെനീർ കൊടുത്തു. അതുകൂടാതെ നമ്മളുടെ എൻഗ്രേവ് ചെയ്ത, അതാണ് അല്പം കൂടി കോസ്റ്റ്ലി ഇതിലായിട്ടുള്ളൊരു പ്രോഡക്റ്റ്, എൻഗ്രേവ് ചെയ്ത നാച്ചുറൽ സ്റ്റോൺ ആണ്. നാച്ചുറൽ സ്റ്റോൺസ് എപ്പോഴും ഇൻറ്റീരിയർ സൈഡിൽ വളരെ ഭംഗിയാണ്. പക്ഷെ നമുക്ക് എക്സ്റ്റീരിയറിൽ അത് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം വാട്ടർ അബ്സോർഷൻ വന്നാൽ അതിൽ റെസ്റ്റ് എടുക്കാനുള്ള സാധ്യതയും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത്തരം ഏരിയകളിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. കാരണം അത് എൻഗ്രേവ് ചെയ്തിരിക്കുന്നു. കാരണം ലീഫ് എൻഗ്രേവിംഗ് ആണ് വന്നിട്ടുള്ളത്. ശരിക്കും ഈ പ്രൊഡക്റ്റും ബേസിക്കലി ടീക്ക് മിക്സ് കളർ തന്നെയാണ് ഈ പ്രോഡക്റ്റിൻ്റെയും ശരിയായ പേര് വരുന്നത്. അത് റസ്റ്റ് അഫെക്ഷനിലാണ്, റസ്റ്റ് ഫീലിലാണ്. അത് സ്ക്വയർ പാറ്റേണിലും റെക്ടാംഗിളുള്ള ആൾട്ടർനേറ്റീവ് സ്റ്റോൺസ് ആണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അപ്പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഡൈനിങ് ആണ്. ഡൈനിങ് വളരെ സ്പേഷ്യസ് ആണ്. അവിടെയും നമ്മളുടെ ഈ ഡിസൈനിങ്ങിൽ ഒരു സെപ്പറേഷൻ ഭാഗം നമ്മൾ കണ്ടു. ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഹെവി ഇന്റീരിയർ ചെയ്യാതെ തന്നെ ഇതിനെ എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിച്ചിരുന്നു. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. ഇനി ഇവിടെയൊക്കെ ഓപ്പൺ ഏരിയ ഒക്കെ വളരെ വെളിച്ചം വരുന്നുണ്ട്. കാരണം വലിയ വിൻഡോ ഏരിയയാണ്. കാരണം നമുക്ക് ഇത്രയും വലിയൊരു കാറ്റും വെളിച്ചമൊക്കെ കിടക്കാവുന്ന രീതിയിൽ ഒരു ചുമരിനെ ഫുള്ള് വിൻഡോ ആയിട്ട് കവർ ചെയ്യുന്ന ടീക്കാണ്. അത് വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മുടെ അല്പം കൂടിയും ആദ്യകാലത്ത് ചെയ്യാറുള്ള വർക്ക് തന്നെയാണ്. നമ്മുടെ റോളിംഗ് ആയിട്ടുള്ള റോഡ്സ് ആണ്, റൗണ്ട് റോഡ്സ് ആണ് ഇതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ആ തീം, കളർ തീമിനനുസരിച്ച് കട്ടറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഡൈനിങ്ങിൽ നിന്ന് ഒരല്പം മാറി നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള അതിൽ മിറർ സൈഡൊക്കെ വളരെ രസമാണ്. കാരണം ഇതൊക്കെ പല വീടുകളിലും ഉപയോഗിക്കാവുന്ന ഒരു മിററിൻ്റെ ഡിസൈനിങ് ആണ്. കാരണം അത് 3 പീസ് കൊണ്ടാണ്, ട്രയാങ്കിൾ ഷേഡിലുള്ള 3 പീസ് കൊണ്ട് ചെയ്ത് ബാക്കിൽ ലൂവർ സപ്പോർട്ട് കൊടുത്തു, സൈഡിൽ നമ്മൾ ഒരു സെപ്പറേഷന് വേണ്ടി കൊടുത്ത് ലൈറ്റൊക്കെ കൊടുത്ത് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണുമ്പോൾ ഓരോ പാർട്ടായി കാണുമ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ആണ്. ഇനി നമ്മൾ കിച്ചണിലേക്കാണ് കിടക്കുന്നത്. സാധാരണഗതിയിൽ 2 കിച്ചണുകളായിരിക്കും. ഏറ്റവും ഒരു മെയിൻ കിച്ചണും ഒരു സപ്പോർട്ടീവ് കിച്ചണാണ് വരിക. അപ്പോൾ നമ്മൾ കിടക്കുന്നത് മെയിൻ കിച്ചൺ അത്യാവശ്യം വലിയൊരു ഇതുണ്ടാവും. പക്ഷെ ഉപയോഗം കൂടുതൽ സപ്പോർട്ടീവ് കിച്ചണിലായിരിക്കും പലപ്പോഴും വരിക. പക്ഷെ രണ്ടും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള കിച്ചണുകളാണ്. അപ്പോൾ ഈ ഇവിടെ പോവുകയാണെങ്കിൽ അപ്പോൾ ഈ വീടിൻ്റെ മരുമകളും അമ്മയൊക്കെ മെയിനായിട്ട് കിച്ചണിൻ്റെ കാര്യത്തിൽ വളരെ താല്പര്യങ്ങളുണ്ടായിരുന്ന ആളുകളാണ്. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു വീട് പണിയുമ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള മേഖലകളിലൊക്കെ
അവരുടെ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് കാണാൻ പരിചയപ്പെടാം. അപ്പോൾ കിച്ചണിൽ കിടക്കാണ്. അപ്പോൾ പോകുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതേ ടൈല് അല്പം മാത്രം കിച്ചണിൽ കോൺട്രാസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അർമാനി സീരീസിൽ കാർവിംഗ് ആയിട്ടുള്ള ബ്രൗൺ പാറ്റേൺ, അത് നമ്മുടെ ഫ്ലോർ ടൈലിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരും. മാറ്റ് ഫിനിഷ് ആണ്. ഇതേവരെ നമ്മൾ ഗ്ലോസിയാണ് പോയേ. പക്ഷെ കിച്ചണും അതിൻ്റെ സപ്പോർട്ടീവ് കിച്ചണിലും വരുന്ന നമുക്ക് അതിൻ്റെ തന്നെ കാർവിംഗ് ആയിട്ടുള്ള മാറ്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്ലോർ ടൈലാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പറയുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് റൂബി സീരീസിൽ വരുന്ന. എക്സാക്ട് റൂബി റെഡ് അല്ല, ജെമ്മിനൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു നമ്മുടെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അമ്മ ലീന, മരുമകളെ ലിൻസി അവരുടെ ഏറ്റവും സ്ട്രോങ് ഏരിയയിലാണ് നിൽക്കണേ. അപ്പൊ അവരെ കാണാൻ പരിചയപ്പെടാം, അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ പണി തുടങ്ങിയിട്ട് ശരിക്കും എത്ര സമയമായി? ഇത് 4 വർഷത്തോളമായി. ഇപ്പൊ ഇതിന്റെ ഒക്കെ കളർ തീമുകൾ എങ്ങനെയാ? ഞാനന്ന് സജസ്റ്റ് ചെയ്തെന്നുള്ളൂ. നമ്മുടെ മനസ്സിലൊരു തീം ഉണ്ടായിരുന്നില്ലേ? തന്നെയായിരുന്നു. അല്ല, ഓൾമോസ്റ്റ് നമ്മുടെ കബോർഡൊക്കെ നിൽക്കുന്നത് തേക്ക് തന്നെയാണ്. റൂമുകളും ഷെൽഫും ഒക്കെ അതന്നെ സെയിം കളർ പോകുന്നുണ്ടായിരുന്നേ. അതില് അമ്മയുടെ അഭിപ്രായം എന്തായിരുന്നു? ഇത് തന്നെയായിരുന്നു? അതെ അല്ലേ? അതിൽ നമുക്ക് എങ്ങനെയാ? അതെ അതല്ലേ, ഫുള്ള് സപ്പോർട്ടിലാണ് വരുന്നത്. അത് അടിപൊളി. പക്ഷെ ഇവിടെ നല്ല വെളിച്ചൊക്കെ ഉണ്ട്, കാരണം ഉൾഭാഗത്ത് കാണുമ്പോൾ. പിന്നെ ഈ ഇതിൽ മുഴുവൻ നമ്മൾ പ്രൊഫൈലല്ലേ പോയിട്ടുള്ളത്, ഒറ്റ ലൈനിലല്ലേ ലൈറ്റ് വെക്കുന്നത്. പിന്നെ വാമിലേക്ക് വന്നപ്പോ കളറൊക്കെ ഒരു നല്ല, കാരണം ഇപ്പോഴും വാമ് ഐവറി ബേസിൽ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഭയങ്കര നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആരത് നോക്കണേ? രണ്ടാളും കൂടിയാണ് രണ്ടാളും നോക്കണത്. ഏറ്റവും കൂടുതൽ ഉപയോഗം ആ കിച്ചനാണോ ഈ കിച്ചനാണോ? ഈ കിച്ചൺ തന്നെ ഉപയോഗിക്കാനാണ് താല്പര്യം. പിന്നെ നമ്മള് ചോറ് ഇതൊക്കെ മാത്രം അവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ മാക്സിമം ബെർത്തും കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്കെല്ലാം ഒതുക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ എല്ലാം പുറത്തിങ്ങനെ കിടന്ന ഒരു ഭംഗിയേടെ അയക്കുന്ന അറിയാം. ഷെൽഫിൽ ഇപ്പൊ അങ്ങനെ കുറച്ച് ഷെൽഫുകൾ കൂടുതൽ എടുത്തു, അങ്ങനെ. അപ്പൊ ആ രീതിയിലാണ് പോയത് നമ്മള്. അപ്പൊ ഒരുവിധം വെളിച്ചൊക്കെയില്ലേ വീട്ടില്? നമ്മൾ ഉദ്ദേശിച്ച വെളിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലേ? അടിപൊളിയായിട്ട് ശരിക്കും നന്നായിട്ടുണ്ട് കേട്ടോ വീടൊക്കെ. എല്ലാവർക്കും ഇഷ്ടമായിട്ട്. കാരണം ഇപ്പൊ നമ്മുടെ അവിടെയൊക്കെ വരുമ്പോ എങ്ങനെയായിരുന്നു? നമ്മുടെ കടയിൽ വരുമ്പോ എന്തായിരുന്നു ധാരണ? നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് വിചാരിച്ചു കിട്ടി. പിന്നെ ആ ചേച്ചി സ്റ്റാഫ് നല്ലതായിരുന്നു, നല്ലോണം നല്ല ക്ഷമയോടുകൂടി കൂടെ നിന്നു. അവര് നമ്മള് എല്ലാം കാണിച്ചു തന്ന്, എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ച് ഇതാണോ അതാണെന്നൊക്കെ നമ്മളുടെ അഭിപ്രായം ചോദിച്ചു. നല്ല ഹെൽപ്പായിരുന്നു ആ ചേച്ചി. നല്ല ഹെൽപ്പായിരുന്നു. അതെ, അവര് നന്നായിട്ട് പറഞ്ഞുതരും. ആള് വലിയ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, നമ്മളൊരു ഐഡിയ പറയുമ്പോഴേ ഇപ്പൊ നമ്മുടെ ഇപ്പൊ വീട്ടുകാരെ പോലെ തന്നെയല്ല അവരൊക്കെ നമ്മളെ കാണുന്നത്. അപ്പൊ അത് നമ്മുടെ ഇവിടെ ഏറ്റവും ഭംഗിയായിരിക്കും. ഇപ്പൊ ആദ്യം നമ്മൾ വരുമ്പോൾ നമ്മുടെ ഒരു ഐഡിയ, നമുക്ക് ചെറിയൊരു കളർ തീം ഉണ്ടാവുള്ളൂ. നമ്മളത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമ്പോഴാണ് ഫൈനലി നമുക്ക് ഈ ഒരു ഫിനിഷിങ് കിട്ടുന്നത്. പിന്നെ മാത്രല്ല, നിങ്ങൾ പറഞ്ഞാന്നല്ലേ പറഞ്ഞിരുന്നേ? ഇപ്പൊ അമ്മയൊക്കെ പറഞ്ഞ അത് നിങ്ങൾ പറഞ്ഞാൽ മതി അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞിരുന്നേ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് എന്നല്ല, നമ്മുടെ കളർ തീമിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അങ്ങനെയാണ് അതൊക്കെ ഭംഗിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് സ്റ്റെയർസ് ആണ്. ഞാൻ എപ്പോഴും ഡിസൈനിങ്ങിന്റെ മറ്റൊരു പ്രത്യേകതയുള്ള സ്ഥലമാണ് സ്റ്റെയർ ഏരിയ. സ്റ്റെയർ ഏരിയയിൽ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം, ഇതിന്റെ സൈഡിൽ തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അവിടെയും വേണമെങ്കിൽ ഒരു വാഷ് ഏരിയക്കുള്ള പ്രൊവിഷൻ ഉണ്ട്. അല്പം കൂടെ നമുക്ക് ആ ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പുറത്ത് തന്നെ നമ്മുടെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമിനെ വളരെ ഒതുങ്ങി നിൽക്കുന്ന, അതേസമയം ഭയങ്കര പ്രൈവസി വരുന്ന രീതിയിലാണ് ആ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റെയർസ് വരികയാണ്. സ്റ്റെയർ അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂമാണ്, ഒരു അറ്റാച്ച്ഡ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് നമ്മുടെ കളർ തീമിന് തന്നെ സ്റ്റെയർസിന്റെ ടോപ്പ് പോർഷൻ എപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഗ്രാനൈറ്റ് ആണ്. ഗ്രാനൈറ്റിൽ വരുന്നത് നമ്മൾ ശരിക്കും സൂപ്പർ ടാൻ എന്ന് പറയുന്ന റെഡിൽ തന്നെ ലെപ്പോത്ര സീരീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാർഡസ്റ്റ് സ്റ്റോൺ ആണ് അത്. നമ്മുടെ അതിന്റെ നിയറസ്റ്റ്, എപ്പോഴും ലെപ്പോത്രയെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സോഫ്റ്റ് പാർട്ടിക്കിൾസ്, സ്റ്റോൺസ് സ്ലാബിന്റെ സോഫ്റ്റ് പാർട്ടിക്കിൾസിനെ വജ്രത്തിന്, അതായത് നമ്മുടെ ബ്രഷസ് വെച്ച് ആ സോഫ്റ്റ് പാർട്ടിക്കിളിനെ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ടാണ് സ്റ്റോൺസിനെ മാത്രം നിലനിർത്തുന്നത്. ഈ വീടിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത, റിഫ്ലക്ഷൻ എപ്പോഴും വാം ലൈറ്റ് കിട്ടുന്ന റിഫ്ലക്ഷൻ വളരെ ഭംഗിയാണ് അതിൻ്റെ. പിന്നെ അതിനൊരു ഗ്രിപ്പ് സെക്കൻഡറി തിങ് ആണ്, പക്ഷെ ഭംഗിയാണ്. അതിന്റെ സർഫേസിന്റെ ഭംഗി ഒരു വളരെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സർഫേസും കൂടിയാണ് കിട്ടുന്നത്. ഇനി ആ സ്റ്റെയർസിൽ നമ്മൾ ചെയ്യുന്നു കോൺട്രാസ്റ്റ് ചെയ്യാൻ എപ്പോഴും പറയുന്നു, നമ്മളിത് ഡബിൾ കളർ, ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് 2 കളർ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ഭംഗിയുടെ ഭാഗമല്ല, നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന അലർട്ട്നെസ് ആണ്. ശരിക്കും ഇതൊരു സ്റ്റെപ്പാണ് എന്നുള്ള അലർട്ട്നെസ് ആണ്. പിന്നീട് ഡിസൈനിങ്ങിലൊക്കെ അത് ഭംഗിയുടെ ഭാഗമായിട്ട് വരുന്നു. ഫ്ലോറിന് കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്ന നമ്മുടെ ലാൻഡിങ് ഏരിയയുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള നമ്മുടെ സ്കേറ്റിംഗ് സൈഡ് അത് വരുന്നു.
ടോപ്പ് പോർഷൻ ഫുള്ള് ലെപ്പോത്ര ആയിട്ടുള്ള സൂപ്പർ ടാൻ്റെ റെഡിഷ് കാറ്റഗറിയിലുള്ള ഹാർഡസ്റ്റ് കല്ലാണ്. യൂണിറ്റിൻ്റെ അടുത്തുള്ളതാണ്. യൂണിറ്റിൽ ഇതിൻ്റെ ബ്രൗൺ പാറ്റേണും കൂടിയുണ്ട്. അതുപോലെ തന്നെ ലെതറും, ബ്ലാക്കിൽ ലെതറും, അതുപോലെ തന്നെ ഡെപ്ത് കൂടിയ പേൾ കാറ്റഗറിയിലുള്ള ലെപ്പോത്രയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് കൃത്യമായിട്ട് നമ്മുടെ കളർ തീമിന് മാച്ച് ആയിട്ടുള്ള ഹാൻഡ് റെയിൽ പെയിന്റ് ചെയ്തിട്ടാണ്. ശരിക്കും സ്റ്റീലാണ്, പക്ഷെ അത് വളരെ നല്ല രീതിയിൽ കളർ തീം കൊണ്ടുവന്നിട്ടാണ് ഈ അപ്സ്റ്റൈലിലേക്ക് നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഈ വെളിച്ചത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീട്. കാരണം ഹൈറ്റ് കൂടിയ വീട്, നമ്മൾ കണ്ടംപററി സ്റ്റൈൽ വീടുകളൊക്കെ വളരെ ഹൈറ്റ് ഒക്കെ വളരെ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വിൻഡോസുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 3 ബെഡ്റൂമാണ് വരുന്നത് അപ്സ്റ്റൈറിൽ. അപ്പോൾ ടോട്ടൽ 4 ബെഡ്റൂമാണ് ഈ വീടിന് വരുന്നത്. ബാത്റൂംസ് നിങ്ങൾ കണ്ടോ, എക്സലൻ്റ് ആയിട്ടുള്ള കളർ സെലക്ഷൻ ആണ് പോയിട്ടുള്ളത്. ഒരു ഗ്രീനാണ്. ഗ്രീനിൽ വരുന്നത് മാറ്റ് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ പോസ്റ്റ് ഫിനിഷ് ഉള്ള മാറ്റ്, നമ്മുടെ അഡ്വാൻസ്ഡ് ഹൈലൈറ്റർ സീരീസ് വെച്ചിട്ടുള്ള ഒരു ബാത്റൂം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഗ്രേ ബേസിൽ നമ്മുടെ വലിയ ഇലകൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്ന ഹൈലൈറ്റേഴ്സിന് നമ്മൾ കണ്ടു. അപ്പുറത്തും നമ്മളുടെ ഗോൾഡൻ ലൈനിലുള്ള ഗ്രീൻ സർഫേസിലുള്ള നമ്മുടെ ബാത്റൂംസ് ഉണ്ട്. ബാത്റൂമുകളെല്ലാം വളരെ രസകരമായ ടൈലുകളാണ്. അതിൻ്റെ സർഫേസുകൾ വളരെ ഡിഫറെൻ്റ് ആണ്. പല 3 ടൈലിൻ്റെയും സർഫേസുകൾ വളരെ വ്യത്യാസമാണ്. ഡിസൈൻ അല്ല, കളർ തീം മാത്രമല്ല ഞാൻ പറയുന്നത്, സർഫേസുകൾ. ഇനിയിപ്പോഴും ടൈലിലെ ഏറ്റവും വലിയ റവല്യൂഷൻ എന്ന് പറയുന്നത് സർഫേസ് ഡിഫറൻസസ് ആണ്. ഇപ്പോൾ വർമോറ പോലെയുള്ള വലിയ കമ്പനികൾ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സർഫേസസ് ഇറക്കിയിട്ട് ലോഞ്ചുകൾ വരികയാണ്. അതൊരു ഇന്ത്യൻ കമ്പനിയാണ്. കാരണം അതിനുശേഷം അതിന് ഈക്വലൻ്റ് ആയിട്ട് ആകെ കൂടെ വേൾഡിൽ ഒരു കമ്പനിയെ നിൽക്കുന്നുള്ളൂ. ഫിയാൻഡ്ര എന്ന് പറയുന്ന ഇറ്റലിയിലെ മിലാനിൽ മാത്രം നിൽക്കുന്ന ഒരു കമ്പനി മാത്രമാണ് വേൾഡിൽ ഈ കമ്പനി വർമോറ എന്ന് പറയുന്ന കമ്പനിയായിട്ട് അവരുടെ പ്രോഡക്റ്റുകളൊക്കെ ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവരെ കോമ്പറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ പോലും ഉള്ളൊരു പ്രോഡക്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഈ മനോഹരമായ ഒരു ഈ വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം വലിയ ആർഭാടമില്ലാത്ത വർക്കുകളെല്ലാം നമ്മൾ കണ്ടു. വളരെ ഭംഗിയായിട്ടുള്ള വീട്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള മറ്റൊരു സന്തോഷമാണ്. അതുപോലെ വീട്ടുകാരൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. യൂണിറ്റിയുടെ സർവീസ് കാര്യങ്ങളൊക്കെ അവർ പലപ്പോഴായിട്ട് പറയുന്നു. നമ്മുടെയൊക്കെ സപ്പോർട്ട് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയും നമ്മൾ വീട് പണിയുന്നപ്പോൾ യൂണിറ്റിയിൽ ടൈൽ എടുക്കാൻ വന്നാൽ പോലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ടൈൽ എടുക്കാൻ മാത്രമല്ല, ആഫ്റ്റർ സർവീസ് അവരുടെ സൈറ്റുകൾ വരെ നമ്മൾ പോയി കവർ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭംഗിയായ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയ. ടൈൽസ് മാത്രമല്ല, ടൈൽസിൻ്റെ എല്ലാ വിഭാഗങ്ങളും ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീട് പണിയുന്നവർക്കൊക്കെ ഇത് ഉപകാരമാവും. ഇനി അടുത്ത ദിവസം മറ്റൊരു വീടോ നല്ലൊരു പ്രോഡക്റ്റോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാം. അതുവരെ ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.